മായയും മിഥ്യയും വിശ്വാസങ്ങളും എല്ലാം ചേർന്ന ഖനിയാണ് പാരഞ്ജിത്തിന്റെ തങ്കലാൻ. പക്ഷേ മുൻ ചിത്രങ്ങളിൽ എന്ന പോലെ തങ്കലാനിലും മുഴച്ചു നിൽക്കുന്നത് അടിച്ചമർത്തലിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും രാഷ്ട്രീയം തന്നെയാണ്. ചിയാൻ വിക്രമിന്റെ KGF എന്ന ആരാധകർ സ്നേഹത്തോടെ വിളിച്ച ചിത്രം ഒരു മാസ് അപ്പീൽ നൽകുന്നതിന് പകരം കുറച്ചുകൂടെ അടിവേരുള്ള കഥയിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതിസൂക്ഷ്മമായ കാഴ്ചകളുടെ വിവിധങ്ങളായ അടരുകൾ ചേർത്ത് വെച്ച് കോലാറിലെ സ്വർണ്ണഖനിയിൽ രഞ്ജിത്ത് പണിത തങ്കമെന്ന് അടയാളപ്പെടുത്താവുന്ന ചിത്രം തങ്കലാൻ. എല്ലാം പുരിയും മായസൂണിക്കാരൻ യാര എന്ന രാജാവിന്റെ ചോദ്യത്തിന് വിക്രമിന്റെ തങ്കം എന്ന കഥാപാത്രം നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: സൂണിക്കാരനല്ല സെങ്കോലെ, സൂണിക്കാരി. അങ്ങനെ ഒരു സൂണിക്കാരിയാ വിധം അത്ഭുതം കൊള്ളിക്കുകയാണ് ഗംഗമ്മയായി നടി പാർവതി തിരുവോത്ത്. അഭിനയത്തിൽ വിക്രമും പാർവതിയും പരസ്പരം മത്സരിക്കുകയാണെന്ന് തോന്നും. ചിത്രം ആരംഭിക്കുന്നത് തന്നെ പാർവതിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർണാടക തമിഴ്നാട് അതിർത്തിയിൽ എങ്ങോ ഉള്ള വേപ്പൂർ എന്ന ഗ്രാമത്തിലെ ഗംഗമ്മയായി മാറുക ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. റെഫറൻസിന് പോലും അത്തരം സ്ത്രീകളെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടില്ലെന്ന് പറഞ്ഞ പാർവതി തനിക്കിനി ഒരിക്കലും ഗംഗമ്മാവിൽ നിന്ന് പുറത്തു വരേണ്ടെന്ന് പറഞ്ഞതും വെറുതെയല്ല. അത്രയും വിയർപ്പൊഴുക്കിയിട്ടുണ്ട് അവർ. പലയിടങ്ങളിലും ഗംഗമ്മാവിന്റെ മുന്നിൽ പതറി നിൽക്കുന്ന ചിയാൻ വിക്രം എന്ന നടനെയും കാണാം. പ്രതീക്ഷിതവും അപ്രതീക്ഷിതവുമായ പല ഗെറ്റപ്പുകളിലായാണ് വിക്രം എത്തുന്നത്. അതിൽ പലതും പല നൂറ്റാണ്ടുകളിലൂടെ കടന്നു പോകുന്നതാണ്. കീഴാള ബ്രാഹ്മണനായി പശുപതിയും ക്ലെമന്റ് എന്ന ബ്രിട്ടീഷ് കമാൻഡറായി ഡാനിയേലും കഥാപാത്രങ്ങളെ മികവോടെ അവതരിപ്പിച്ചു. അശോക എന്ന കുട്ടിയായി അർജുനും പ്രേക്ഷകരെ ഞെട്ടിച്ചു. പ്രതീക്ഷിക്കാത്ത പ്രകടനമാണ് മാളവികയും കാഴ്ചവെച്ചത്. ആരതി എന്ന മിസ്റ്ററി ക്യാരക്ടറായി അവരെ മാറ്റിയെടുക്കുന്നതിന് കോസ്റ്റ്യൂമിലും സ്റ്റൈലിങ്ങിനുമുള്ള പ്രാധാന്യം എടുത്തു പറയണം. മുൻപ് വന്ന അനൗൺസ്മെന്റുകളിലും ട്രെയിലറിലും ഒക്കെ തങ്കലാനെ ഒരു പീരിയോഡിക് ഡ്രാമ എന്നാണ് വിശേഷിപ്പിച്ച് കണ്ടതെങ്കിലും ചിത്രം ഒരു പ്രത്യേക യോണറിലേക്ക് ഒതുങ്ങുന്നതല്ല. പല നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രം ഫാന്റസിയായും സൈക്കോളജിക്കൽ ഡ്രാമയായും മാറുന്നുണ്ട്. അതിനൊപ്പം പല വേഷങ്ങളിലേക്ക് പരകായ പ്രവേശം നടത്തുന്ന തങ്കവും. 2006 പുറത്തിറങ്ങിയ മെൽ ഗിബ്സൺ ചിത്രം അപ്പോക്കലിപ്റ്റോയുമായുള്ള താരതമ്യങ്ങളെ സാധൂകരിക്കും വിധമാണ് തങ്കലാന്റെ അവതരണം. ഒരുപക്ഷെ കിഷോർ കുമാറിന്റെ മനോഹരമായ ഫ്രെയിമുകളായിരിക്കാം അത്തരമൊരു അനുഭവം സാധ്യമാക്കുന്നത്. അരുൺ മാതേശ്വറിന്റെ സംവിധാനത്തിൽ ധനുഷ് നായകനായി എത്തിയ ക്യാപ്റ്റൻ മില്ലറിന്റെ കഥാർത്ഥത്തോട് ഏറെ അടുത്തു നിൽക്കുന്നതാണ് തങ്കലാൻ. ജന്മികുടിയൻ വ്യവസ്ഥിതിയിൽ നാടുവാഴിയോട് കലഹിക്കേണ്ടി വരുന്ന കർഷകരെ വഞ്ചിക്കുന്ന വെള്ളക്കാർ ആവർത്തനമാകുന്നു. അടിമയായി കാലങ്ങൾ വാഴുന്നതിലും സ്വതന്ത്രനായി മരണം വരിക്കുന്നതാണ് ഭേദമെന്ന തിരിച്ചറിവിൽ സ്വർണം തേടിയിറങ്ങുന്ന ഭൂതപ്രേതങ്ങളോട് മൽപ്പിടുത്തം നടത്തുന്ന ഒരു ഗ്രാമം. കയ്യിൽ പണമുണ്ടെങ്കിൽ ജാതി ഒരു പ്രശ്നമല്ലെന്ന അറിവിൽ നിന്നും പണമല്ല ജനനമാണ് യഥാർത്ഥ പ്രശ്നമെന്ന് തിരിച്ചറിയുന്ന കൂട്ടം. ഇതിനിടയിൽ തന്നെ പല ലെയറുകളിലായി കറുപ്പും വെളുപ്പും ചേർന്ന മനുഷ്യരും മനുഷ്യ മനസ്സുകളും. തങ്കലാന്റെ അടിത്തട്ട് അത്രയും ആഴമുള്ളതാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞ ആഴവും പരപ്പും ആളുകളിൽ മടുപ്പ് പകരാനും സാധ്യതയുണ്ട്. 100 കോടി ചിത്രത്തിൽ പരിചയപ്പെട്ട ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുതെന്ന് മാത്രം പറയാം. സർപ്പട്ട പരമ്പരയ്ക്ക് ശേഷം പാരഞ്ജിത്തുമായി പിണങ്ങിയ സന്തോഷ് നാരായണന്റെ അഭാവം സിനിമയിൽ പലയിടത്തും വ്യക്തമാണ്. ആ വിടവ് നികത്താൻ GV പ്രകാശിന് സാധിച്ചിട്ടില്ലെങ്കിലും പശ്ചാത്തല സംഗീതം സാഹചര്യങ്ങൾക്ക് ഒത്തു നിന്നിട്ടുണ്ട്. പലയിടങ്ങളിലും ശബ്ദമിശ്രണം ഡയലോഗുകൾക്ക് മുകളിൽ കയറി നിൽക്കുകയും അവ്യക്തത സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചില ഗ്രാഫിക്സ് രംഗങ്ങളും ഏച്ചുകൂട്ടലുകളായി മുഴച്ചിരുന്നു. എന്നാൽ KGFന്റെ പാരഞ്ജിത്ത് മുഖത്തിന് ഒരുപാട് കീഴാളരുടെ രക്തത്തിന്റെ ചുവപ്പ് നിറമുണ്ട്.